അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ വിവാഹ ജീവിതത്തിൽ 4 വർഷം പിന്നിട്ടു. അപ്പോൾ എല്ലാ വർഷവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ആഘോഷം നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഫ്രൈഡ് റൈസും ചിക്കനുമാണ് ആക്കിയത്. അമ്മ അതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കിയതേ ഇല്ല. ഞാൻ സൈഡിൽ നിന്ന് സാലഡ് ഉണ്ടാക്കി. അപ്പോൾ അതേ ചിക്കനും ഒക്കെ റെഡിയായി. അങ്ങനെ കേക്ക് വന്നു, കേക്ക് കട്ടിങ് തുടങ്ങി. നമ്മൾ നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മുടെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ തന്നെയാണ് ഇപ്രാവശ്യം നമ്മുടെ സെലിബ്രേഷന് കൂടെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം 2 ദിവസം ലേറ്റ് ആയിട്ടോ നമ്മൾ കേക്ക് കട്ട് ചെയ്തത്. ചേട്ടായി മലയ്ക്ക് പോകുന്നതുകൊണ്ട് നമ്മളന്ന് സെലിബ്രേഷനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മലയ്ക്ക് പോയി വന്നതിന് ശേഷമാണ് നമ്മൾ സെലിബ്രേഷനൊക്കെ ചെയ്തത്. അപ്പോഴേക്കും ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ടും ഫോട്ടോ ഒക്കെ എടുത്തത്. എനിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് മാത്രം ഈ പോസ് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ കെട്ടിയോൻ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും ഹാപ്പിയായി, ടാറ്റയൊക്കെ പറഞ്ഞു. നല്ലൊരു ദിവസമായിരുന്നു. ഇതിൽ കുറച്ച് പേര് മിസ്സിങ് ആണ്, അവർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ അമ്മയ്ക്ക് പനിയായതുകൊണ്ട് അവർക്കും വരാൻ പറ്റില്ല. ചേച്ചി തൃശ്ശൂരായതുകൊണ്ട് അവരും ഇല്ല. അപ്പോൾ ബാക്കി വന്നവരൊക്കെ കൊണ്ട് നമ്മൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞാഘോഷം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.